നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് ഹോളിലാൻഡ് LRK-1 ആണ്ടെ ഈ കൊച്ച് മൈക്കിൽ. ഇതൊരു മൈക്രോഫോണാണ്, വയർലെസ് മൈക്രോഫോൺ. ഇപ്പം മാർക്കറ്റിൽ 5000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും ബെസ്റ്റ് മൈക്ക്. ഇപ്പം നിങ്ങളൊരു യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, ഇൻസ്റ്റയിൽ റീൽസൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റിവ്യൂവും അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഹോളിലാൻഡ് LRK-1 ബോക്സ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോക്സാണ്. അപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്നത് USB-C വെർഷനാണ്. ഇതിൻ്റെ തന്നെ ഒരു കോംബോ വെർഷനുണ്ട്. അതിന് ഈ ലൈറ്റനിങ് റിസീവർ വരുന്നതാണ്. അപ്പോൾ അതിന് ഏകദേശം 7000 രൂപ വരുന്നുണ്ട്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4000-ലാണ്. അപ്പോൾ അതിനകത്ത് ഈ ചാർജിങ് കേസ് വരത്തില്ലെന്നേ ഉള്ളൂ. എന്നാലും നമുക്കിതിനെ അൺബോക്സ് ചെയ്യാം. തുടക്കം തന്നെ ഒരു ഹോളിലാൻഡിൻ്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. വി ആർ ഹിയർ ഫോർ യു എന്നൊക്കെ പറഞ്ഞ്. ഇതാണ് ഹോളിലാൻഡ് LRK-1 ചാർജിങ് കേസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചാർജിങ് കേസാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറയുന്നത് 54 മണിക്കൂറാണ്. നമുക്ക് ഓരോ ട്രാൻസ്മിറ്ററിനും 9 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് കിട്ടും. നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആണെന്നുണ്ടെങ്കിൽ. നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ 6.5 മണിക്കൂറും കമ്പനി പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ USB-C റിസീവറാണ്. നമ്മുടെ ഐഫോണിലാണെങ്കിലും ആൻഡ്രോയിഡിലാണെങ്കിലും രണ്ടിലും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബോക്സിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു ക്യാരിയിങ് ബാഗ് വരുന്നുണ്ട്. ഇതാണ് അവരുടെ ഹോളിലാൻഡ് ലോഗൊക്കെ ഉള്ള ഒരു ക്യാരിയിങ് ബാഗ്, ഒരു പൗച്ച് കണക്ക്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ബാഗാണ്. പിന്നെ ഈ പൗച്ചിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ചാർജിങ് കേബിളാണ്, USB-A to C ചാർജിങ് കേബിൾ. അപ്പോൾ നിങ്ങളെ ഫോണിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് എല്ലാവർക്കും ചാർജ് ചെയ്യാൻ പറ്റും. 2 വിൻഡ് ഷീൽഡ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഔട്ട്ഡോറിലൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിൻഡിൻ്റെ നോയ്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് നമുക്ക് ആ മൈക്കിനകത്ത് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് ഹോളിലാൻഡ് LRK-1 ട്രാൻസ്മിറ്റർ, അതായത് മൈക്ക്. അത്യാവശ്യം ചെറിയ സാധനമുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 8 ഗ്രാമാണ്. ആ 8 ഗ്രാം ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. അതുമല്ല ഇതിൻ്റെ തിക്നെസ് വരുന്നത് 0.9 സെൻറ്റിമീറ്ററാണ്. ഇതിനകത്ത് വരുന്ന മാഗ്നറ്റാണ്. അതുകൊണ്ട് ഹോളിലാൻഡ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന മാഗ്നറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മാഗ്നറ്റാണ്. അപ്പോൾ ഡ്രസ്സിലൊക്കെ ഇരുന്നാലും അങ്ങനെ പോകത്തില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു സിംഗിൾ ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവും. പിന്നെ ഒരു സിംഗിൾ ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആവും. പിന്നുള്ളൊരു ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ട്രാൻസ്മിറ്റർ ഓഫ് ആക്കാനായിട്ട് ഒരു 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്താൽ മതി. 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്താൽ മൈക്ക് ഓഫായി. പിന്നെ ഒരു 6 സെക്കൻഡ്സ് ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പെയറിങ്ങിലോട്ട് പോകും. ഇത് മ്യൂട്ടാക്കാനായിട്ട് ഡബിൾ ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ ഇത് മ്യൂട്ടാവും. പിന്നെ നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഇത് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാനും ഓൺ ആക്കാനായിട്ടുള്ളൊരു ഫീച്ചേഴ്സും ഉണ്ട് ഇതിനപ്പോൾ ഇത് ട്രിപ്പിൾ ക്ലിക്ക് ഞെക്കിയാൽ മതി. ഇതാണ് ഹോളിലാൻഡ് LRK-1 റിസീവർ. അപ്പോൾ ഈ റിസീവറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബട്ടൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഓണും ഓഫും ആക്കാൻ പറ്റും. പിന്നെ ഒരു ഡബിൾ ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ട്രാൻസ്മിറ്റർ, അതായത് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ മൈക്ക് മ്യൂട്ട് ആക്കാനായിട്ട് ഒരു ട്രിപ്പിൾ ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ മൈക്കും മ്യൂട്ട് ആക്കാൻ പറ്റും. പിന്നെ ഇത് പെയറിങ്ങിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്താൽ നമുക്കിത് പെയറിങ്ങിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇത് അഡീഷണൽ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്കൊരു USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഫോണിൻ്റെ ചാർജൊക്കെ തീരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഈ പോർട്ട് വഴി ചാർജ് ചെയ്യാനുള്ളൊരു ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. USB റിസീവർ എടുക്കുക, ഫോണുമായിട്ട് കണക്ട് ചെയ്യുക, അപ്പോൾ തന്നെ കണക്റ്റ് ആകുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തും. മൈക്ക് എടുക്കുമ്പോൾ തന്നെ കണക്റ്റ് ആകാണ്ട് ഗ്രീൻ ലൈറ്റ് കത്തി. അപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയെന്നാണ്. അപ്പോൾ 2 മൈക്ക് എടുത്താലും ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ ഇതാണ് ഹോളിലാൻഡിൻ്റെ ഒഫീഷ്യൽ ആപ്പ്. ഈ ആപ്പിൻ്റെ പേര് ഹോളി ഓഡിയോ എന്നാണ്. അപ്പോൾ ഈ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് അറിയാൻ പറ്റും. 2 മൈക്കിൻ്റെ, മൈക്ക് 1 93%, മൈക്ക് 2 93%. അതുമല്ല ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് 3 ലെവൽ ഓഫ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ആപ്പ് വെച്ച് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു മീഡിയം ആക്കി വെക്കുന്നതായിരിക്കും ഒരു നാച്ചുറൽ ക്വാളിറ്റിക്ക് നല്ലത്. പിന്നെ വോളിയം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഒരു 6 ലെവൽ ഓഫ് വോളിയം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഓഡിയോയുടെ സൗണ്ടിൻ്റെ അതനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചാനൽ മോഡ്, മോണോ, സ്റ്റീരിയോ, ഇപ്പോൾ ലൈവ് സ്ട്രീമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ നമുക്ക് 2 മൈക്കും മ്യൂട്ടാക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. മൈക്ക് 1ഉം മൈക്ക് 2ഉം. ഇപ്പം മ്യൂട്ടാക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ആപ്പ് വഴി പറ്റും. പിന്നെ EQ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ റീവർബ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ളതുണ്ട്. റീവർബ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്മാൾ, അങ്ങനെ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാർജ്, അങ്ങനെ അതനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ട്. പിന്നെ ഒരു മൈക്ക് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് മൈക്കിന് 2 കളർ കൊടുക്കാൻ പറ്റും. ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എപ്പോഴാണ് ഇത് ഓഫ് ആക്കേണ്ടത്, ഷെഡ്യൂൾ പവർ ഓഫ് എന്നും പറഞ്ഞു. പവർ ഓഫ് ആക്കാനായിട്ട് നമുക്കൊരു ടൈമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ഈ ആപ്പിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡിക്കേറ്റർ ലൈറ്റ് നമുക്ക് ഓണും ഓഫും ആക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ ലൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഓണും ഓഫും ആക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടിരിക്കുന്ന വോയിസ് എൻ്റെ ഫോണിലെ മൈക്കിലെ വോയിസാണ് നിങ്ങളിപ്പോൾ കറക്റ്റ്ലി കേട്ടിരിക്കുന്നത് S24. അപ്പോൾ നിങ്ങൾ ഫോണിൽ വെച്ചൊരു വീഡിയോ എടുക്കുമ്പം അതിൻ്റെ ഒരു വോയിസ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസിലേക്ക് ഇരുന്നിരിക്കുമ്പോൾ ആ വോയിസ് അത്രയും ക്ലിയർ ആവുന്നില്ലായിരിക്കും. ആ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു വോയിസൊക്കെ നല്ലപോലെ കേൾക്കാതിരിക്കും, വിൻഡിൻ്റെ നോയ്സ് അങ്ങനെയുള്ള ഒച്ചയൊക്കെ. നിങ്ങൾ ഫോണിൽ എടുക്കുമ്പോഴും ഈ മൈക്ക് വെച്ചെടുക്കുമ്പോൾ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന വോയിസ് ഹോളിലാൻഡ് ലാർക്ക് A1ലാണ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി വെച്ചേക്കുന്ന ഒരു വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കറണ്ട്ലി കേട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പഴയ കണക്കിന് വിൻഡിൻ്റെ നോയ്സ് അങ്ങനെ പലതരത്തിലുള്ള ഒച്ചയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഔട്ട്ഡോറിൽ വീഡിയോ എടുക്കുമ്പോൾ ഈ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും ആ ഒരു സൗണ്ട് ക്വാളിറ്റി. അപ്പം നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന വോയിസ് ഹോളിലാൻഡ് ലാർക്ക് A1ലാണ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി വെച്ചേക്കുന്ന ഒരു വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ വിൻഡിൻ്റെ നോയ്സ് വരുന്നുണ്ട്, ഇപ്പോൾ ഞാൻ നടക്കുന്നതിൻ്റെ ഒച്ചയൊക്കെ വരുന്നുണ്ട്. പക്ഷേ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുന്നുണ്ട് കാരണം ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കുവാണ്. ഇപ്പോൾ കറണ്ട്ലി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടുള്ളൊരു വോയിസാണ്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒച്ചയൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും, നടക്കുന്നതിൻ്റെ ഒച്ച. ഇപ്പോൾ വിൻഡിൻ്റെ ഒരു ഒച്ച കാണും ബാക്ക്ഗ്രൗണ്ടിൽ. അതാണ് ഒരു നമുക്ക് റിയൽ വേൾഡിൽ ഇപ്പോൾ ഔട്ട്ഡോറിലൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് ഹോളിലാൻഡ് ലാർക്ക് A1ലാണ് നോയ്സ് ക്യാൻസലേഷൻ ഇപ്പം ഓഫാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ചിൻ്റെ ഒരു ടെസ്റ്റ് നടത്താനാണ്. ഇതിന് ഒരു 200 മീറ്റേഴ്സ് റേഞ്ച് വരുന്നുണ്ട്. അപ്പം കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ആ വോയിസ് ക്ലിയർ ആവും എന്നുള്ളൊരു ക്ലാരിറ്റി തരാനാണ്. എൻ്റെ കൈ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിസ്റ്റൻസിൽ നിൽക്കുന്നുണ്ടാവും. ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുമെന്ന് കുറച്ച് ഡൗട്ടുണ്ട്. എന്നാലും നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന വോയിസ് ഹോളിലാൻഡ് ലാർക്ക് A1ലാണ് നോയ്സ് ക്യാൻസലേഷൻ ഓഫാക്കി വെച്ചേക്കുന്നൊരു വോയിസാണ്. അപ്പോൾ എൻ്റെ കൈ കാണുന്നുണ്ടായിരിക്കാം. ഇനി ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ളൊരു വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വോയിസ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ളൊരു വോയിസാണ്. അത്യാവശ്യം വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇച്ചിരി ഡിസ്റ്റൻസിലുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വീഡിയോ എടുത്താലും വോയിസ് അവിടെ കിട്ടുമെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വോയിസ് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ കുറച്ച് ലോങ്ങായിട്ട് ഡിസ്റ്റൻസ്, എനിക്കിപ്പം ലോങ്ങിൽ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ മിക്കവാറും അത്യാവശ്യം അടുത്ത് നിന്നുള്ള വീഡിയോസാണ് ഞാൻ മെയിനായിട്ട് ഇല്ല ഫിറ്റ്നസ് റിലേറ്റഡ്, കാലിസ്റ്റനിക്സ് റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം എന്നാലും നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് നിന്ന് വീഡിയോ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ഈ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. കാരണം നമുക്ക് ഫോണിൽ അത്യാവശ്യം അടുത്ത് നിന്നാൽ മാത്രമേ നമുക്ക് ആ വോയിസ് ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാറി എന്നൊക്കെ വീഡിയോ എടുത്താലും നിങ്ങൾക്ക് ആ വോയിസ് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് ഹോളിലാൻഡ് ലാർക്ക് A1ലെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ളൊരു വോയിസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് എല്ലാം പോയി കാണും. ഇപ്പോൾ കാക്കയുടെ ഒച്ചയുണ്ട്, നല്ല വിൻഡിൻ്റെ നോയ്സ് ഉണ്ട്. ഞാനിപ്പോൾ വിൻഡ് ഷീൽഡ് വെച്ചിട്ടുണ്ട്. ആ വിൻഡ് ഷീൽഡ് വെക്കുന്നുണ്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോറിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ വലിയ തരം വോയിസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റേഞ്ചിൻ്റെ റിവ്യൂ. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. എനിക്കൊന്ന് ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്ക് ഏറ്റവും യൂസ്ഫുൾ ആർക്കാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ബിഗിനർ യൂട്യൂബറാണ് അല്ലെങ്കിൽ ബിഗിനർ കണ്ടൻറ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആട്ടോ, ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ അവർ ഈ മൈക്ക് ഇറക്കിയേക്കുന്നത് തന്നെ സ്മാർട്ട് ഫോണിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ മൈക്ക് ഇറക്കിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും നല്ല വാല്യൂ ഫോർ മണിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.